നമസ്കാരം. ഊണും ഉറക്കവുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി ഓടി നടന്ന പാർട്ടി പ്രവർത്തകർ വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. ആരും പുറത്തിറങ്ങുന്നില്ല. ആരും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിട്ട് പോലും ഒന്ന് പുറത്തേക്കിറങ്ങാനോ ഒരു ഫോൺ കോൾ ചെയ്യാനോ പോലും, ഫോൺ വിളിച്ചാൽ ഒന്ന് എടുക്കാനോ പോലും സഖാക്കൾ മടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ CPM-നെ കുഴക്കുന്നത്. ഇപ്പോൾ വീട്ടിലുള്ളവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും കുട്ടികളെയും സ്ത്രീകളെയും അടക്കം വഴിയിൽ തടഞ്ഞു നിർത്തി വിരട്ടുകയും ചെയ്യുകയാണ്. നിന്റെ അച്ഛൻ എന്ത് ചെയ്യടാ, നിന്റെ ഭർത്താവ് എന്ത് ചെയ്യടി, ഇറങ്ങാൻ പറയടി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നോട്ടീസ് വീട്ടിൽ കൊണ്ട് തന്നല്ലേടി, അപ്പം എല്ലാവർക്കും വിതരണം ചെയ്യേണ്ടേടി എന്നൊക്കെയുള്ള വളരെ ദുഷിച്ച രീതിയിലുള്ള സംസാരം സംസാരിച്ച് ജനങ്ങളെ, പാർട്ടി പ്രവർത്തകരെ കൂടുതൽ വെറുപ്പിക്കുകയാണ് CPM ഗുണ്ടകൾ ചെയ്യുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ്. പയ്യന്നൂരിലെ സംഭവം അറിയാമല്ലോ. വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ആ ഉടമയെ ഭീഷണിപ്പെടുത്തി, സ്ഥലമുടമയെ ഭീഷണിപ്പെടുത്തി അടച്ചു പൂട്ടിച്ചു. ആലപ്പുഴ ജില്ലയിൽ G സുധാകരന്റെ ഒപ്പം നിന്നവരെ, ഒപ്പം കണ്ടവരെ ഒക്കെ തന്നെ വിളിച്ചും നേരിട്ട് പോയും വിരട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതുപോലെ പല ജില്ലകളിലും CPM-ന്റെ ഭീഷണി പ്രചരണമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സഖാക്കൾ പുറത്തിറങ്ങാതെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നത്. ഇത് CPM-ന് ഏറ്റവും വലിയ നാണംകെട്ട, നെറികെട്ട അവസ്ഥയാണ് കേരളത്തിൽ CPM-ന് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് പാർട്ടി സഖാക്കൾ പ്രചരണത്തിന് ഇറങ്ങുന്നില്ല. ഒന്നോ രണ്ടോ പേർ മാത്രം, പണ്ട് 10ഉം 20ഉം പേർ ഒരുമിച്ച് പോയിരുന്ന പ്രചരണങ്ങൾക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമേ പോകുന്നുള്ളൂ. അവർ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാകുന്നുള്ളൂ. സാധാരണ സഖാക്കൾ, സ്ത്രീകൾ, യുവാക്കൾ ആരും തന്നെ പുറത്തിറങ്ങുന്നില്ല. അത്രയ്ക്ക് വെറുപ്പ് സമ്പാദിച്ചിരിക്കുന്നു CPM എന്ന പാർട്ടിയും അതിനെ നയിക്കുന്നവരും അതിനെ നയിച്ചവരും കേരളത്തിന്റെ ഭരണകൂടവും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃഷ്ടാന്തങ്ങൾ. ഇത് തുടരും, ഭീഷണിയും തുടരും. ആളുകളെയൊക്കെ വിരട്ടി പുറത്തിറക്കി പ്രചരണത്തിന് കൊണ്ടുപോയാൽ അതിന്റെയൊക്കെ ഫലം എന്തായിരിക്കും? അവർ എത്ര ആത്മാർത്ഥതയോടെ ചെയ്യും? ഒന്നും ചെയ്യില്ല. ബംഗാളികളെ കൊണ്ടാണ് ചുമരെഴുതിക്കുന്നത്. പണം കൊടുക്കണം. സഖാക്കളാണെങ്കിൽ പണം കൊടുക്കേണ്ട, അവർ ഫ്രീ ആയി ചെയ്തു തരും. ധാരാളം കലാകാരന്മാർ CPM-ലുണ്ട്. എന്തായാലും ബംഗാളികൾ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ബംഗാളികളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുപോകേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് പാർട്ടി, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ. വലിയ തിരിച്ചടി. CPM ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ തിരിച്ചടിയാണ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂർ ജില്ല, അതുപോലെ പാലക്കാട് ജില്ല, ആലപ്പുഴ ജില്ല തുടങ്ങിയ മേഖലകളിൽ പാർട്ടി അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സഖാക്കൾ പുരയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. ആരും പുറത്തിറങ്ങുന്നില്ല. പിന്നെ എങ്ങനെ പ്രചരണത്തിന് പോകും? അത്രയ്ക്ക് അറപ്പും വെറുപ്പുമായിരിക്കുന്നു പാർട്ടി സഖാക്കൾക്ക് പോലും ഈ പാർട്ടി എന്ന് കേൾക്കുമ്പോൾ. തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ചൂട് പിടിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ വീട് വീടാന്തരം കയറി, അതുപോലെ തന്നെ ജംഗ്ഷനുകൾ തോറും ഒക്കെ തന്നെ വലിയ പ്രചരണ സാധ്യത മുന്നിലുള്ളപ്പോൾ കാശ് കൊടുത്തും കൂലിക്കും ബംഗാളികളെ ഇറക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് CPM. ആകെ തകർന്നിരിക്കുന്നു. എന്ത് വേണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന CPM-ന്റെ നേതാക്കളെയാണ് നമുക്ക് കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് എന്ന് കണ്ണൂർ ജില്ലക്കാരായ സഖാക്കൾ തന്നെ പറയുന്നു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇവിടെ കള്ളക്കണക്കുണ്ടാക്കുന്നു, രക്തസാക്ഷി ഫണ്ട് വെട്ടിക്കുന്നു, അഴിമതി നടത്തുന്നു, സ്വജനപക്ഷപാതം നടത്തുന്നു, സഹകരണ ബാങ്ക് കൊള്ളയടിക്കുന്നു. ഇതൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിൽ സ്ഥിരമായി നടന്നു വരുന്ന പരിപാടികളാണ്. സ്ത്രീകളെ അടക്കം ഭീഷണിപ്പെടുത്തി രംഗത്തിറക്കാൻ ശ്രമിക്കുകയാണ് CPM. അത് ഈ കടിച്ചതിലും വലുത് അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇതിലും വലിയ തിരിച്ചടി ഭാവിയിലും ഒക്കെ തന്നെ CPM-ന് കിട്ടാൻ പോകുന്ന തരത്തിൽ പാർട്ടിക്കാരെന്ന് കണ്ടാൽ ജനങ്ങൾ ഓട്ടിച്ചിട്ട് തല്ലുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ പാർട്ടി CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി എത്തിച്ചേരും ഉടൻ തന്നെ, വൈകാതെ തന്നെ. അത് ഉറപ്പാണ്.